നേരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും അത് അധിക്ഷേപമായിരുന്നു, ഡീലായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ ഡീലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ചർച്ച ചെയ്യാൻ ആരെങ്കിലും MP പോയാൽ പാലമായിരുന്നു. ഇപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഔദ്യോഗിക പദവികൾ ഇല്ലാതെ വരുന്നവരെ കാണേണ്ടി വരും. പക്ഷെ നിങ്ങൾ അത് കാണുമ്പോ നേരത്തെ പറഞ്ഞത് കൂടി ഓർക്കണം എന്ന് മാത്രം. ഇത് U-turn അല്ല. നേരത്തെ പറഞ്ഞത് ചിലർ പറയണം ഞാൻ തെറ്റ് മനസ്സിലാക്കി, നല്ലത് തന്നെ. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, വോട്ട് കിട്ടാൻ, അധികാരം കിട്ടാൻ വേണ്ടി എടുത്ത നിലപാടുകളുമെന്ന് മറക്കം മറയുകയാണ്. അത് ഒരു തെറ്റ് പറ്റി തിരുത്തലല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞു ബജറ്റിൽ പറഞ്ഞു, ബജറ്റിൽ അദ്ദേഹം പറഞ്ഞു നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കൌൺസിൽ കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി ചെയർമാൻ, വ്യവസായ മന്ത്രി ഉപാധ്യക്ഷൻ. ഇപ്പൊ ഞാൻ പത്രക്കാരോട് പറഞ്ഞു, ഒരു നിയമം അദ്ദേഹം 10 വർഷം മേധാവായിരുന്നപ്പോ നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രി അധ്യക്ഷൻ, വ്യവസായ മന്ത്രി കോ ചെയർമാൻ, റവന്യൂ മന്ത്രി, അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ, ലേബർ മിനിസ്റ്റർ, പവർ മിനിസ്റ്റർ എല്ലാം വൈസ് ചെയർമാനുമാരുമായി ഒരു ബ്യൂറോ രൂപീകരിച്ച് നിയമം രാജ്യത്ത് വന്നു, സംസ്ഥാനത്ത് വന്നു. അദ്ദേഹം കൂടി നിയമസഭയിൽ ഉള്ളപ്പോഴാണ്. അപ്പൊ അത് മറച്ചു വെച്ചിട്ട് എന്തിനാ ഇത് പറയുന്നത്? ഞങ്ങളുടെ കേരള ബ്രാൻഡ്, നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ മുൻപിലാണ് ബ്രാൻഡ് പ്രഖ്യാപിക്കുന്നത്, ബ്രാൻഡിന് അർഹമായവർക്ക് ബ്രാൻഡിന്റെ മാർക്ക് കൊടുക്കുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ വിശദമായി പറയാണ്, ചരിത്രത്തിലാദ്യമായി ഇതാ ബ്രാൻഡിങ് കേരള, പുതിയൊരു കോൺസെപ്റ്റ്. ശരിയാണ്, മാറ്റിയിട്ടു കേരള ബ്രാൻഡ് ബ്രാൻഡിങ് കേരളയാക്കി. നമ്മൾ വസ്തുതയായിട്ട് കാണണം. അതാണ് നമ്മുടെ ഒരു ചുമതല. ആ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചുമതലയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് ഉയരാൻ ശ്രമിക്കണമെന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അപ്പൊ അതായത് ഇതിപ്പോ എങ്ങനെയാ അത് പ്രതികരിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇത് ഗവൺമെന്റ് ഉത്തരവല്ലേ. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ എടുത്തില്ല. കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും എണ്ണം കൂടിയപ്പോഴാണ് എന്റെ ധാരണ 17. ഇതിനകത്ത് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് ക്യാബിനറ്റ് നോട്ട് ഉൾപ്പെടെ കിട്ടും. ഇങ്ങനെ ഒരു ക്യാബിനറ്റ് നോട്ട് എന്തിപ്പോ വരാത്ത ഈ ജിയോടൊപ്പം? നിങ്ങൾ വിവരാവകാശം ചോദിക്കുന്നവരാണല്ലോ, ചോദിച്ചു നോക്കൂ. സാധാരണ അജണ്ടയാണോ അതോ ഔട്ട് ഓഫ് അജണ്ടയാണോ? ഔട്ട് ഓഫ് അജണ്ടയാണെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യില്ല, ക്യാബിനറ്റിൽ അപ്പം തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ AGയുടെ ശുപാർശയില്ല. കഴിഞ്ഞവണെയും പറഞ്ഞു മന്ത്രിമാരെ ശുപാർശ, ഇപ്പൊ പറഞ്ഞു ലോയേഴ്സ് കോൺഗ്രസിന്റെ ശുപാർശ. AGയുമായി ചർച്ച ചെയ്തു. നിങ്ങൾ കേരള ഗവൺമെന്റ് ലീഗൽ ഓഫീസ്, ലോ ഓഫീസേഴ്സ് റൂൾ നോക്കിക്കോളൂ. പാനൽ കൊടുക്കണം. പാനൽ കൊടുക്കണേ സ്പെഷ്യൽ പ്ലീഡർമാരുടെ പാനൽ എങ്ങനെ AG കൊടുക്കും? സ്പെഷ്യൽ പ്ലീഡർമാരുടെ പാനൽ AG കൊടുക്കണമെങ്കിൽ ഇപ്പൊ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ആദ്യം ഈ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ വരണം. ആ ശുപാർശ ധനകാര്യ വകുപ്പിലേക്ക് പോകണം. ധനകാര്യ വകുപ്പ് കണ്ട് ധനകാര്യ മന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി അംഗീകരിച്ച് നിയമവകുപ്പിന് കൊടുക്കണം. നിയമവകുപ്പ് പോസ്റ്റ് അംഗീകരിച്ച് മന്ത്രിസഭയിൽ വന്ന് അംഗീകരിച്ചാലാണ് പിന്നെ AGയുടെ ശുപാർശ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു മന്ത്രി, ഇപ്പോ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ലേബർ, ഹെൽത്ത്, പവർ, എക്സൈസ്, കോർപ്പറേഷൻ, ഹോം, ഏത് വകുപ്പെടുത്താലും എത്ര വകുപ്പെടുത്താലും പ്രശ്നമില്ല. ഈ 3 വകുപ്പുകൾ വരുമ്പോ ഇത് ധനകാര്യം നോക്കണം, നിയമം നോക്കണം, മുഖ്യമന്ത്രി ഒരാൾ തന്നെയാണ്.